ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ രാവിലെയിലേക്ക് വളരെ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും കടക്കുന്നതിന് മുമ്പ് നമ്മൾ രാവിലെയിൽ ആദ്യം പോകുന്നത് നാട്ടിലെന്തുണ്ട് നോക്കാൻ. എല്ലാവരും ഒരു ദേശീയ പണിമുടക്കിന്റെ അവധിയുടെയൊക്കെ ഒരു ആലസ്യമൊക്കെ വിട്ട് വീണ്ടും ഒരു വർക്കിംഗ് ഡേയിലേക്ക് കടക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലോ. അപ്പോൾ ഇന്നലെ നമുക്കറിയാം കേരളത്തിൽ ദേശീയ പണിമുടക്കാണെങ്കിൽ പോലും രാജ്യം ഒട്ടുക്ക് നോക്കുമ്പോൾ സംസ്ഥാനത്തായിരുന്നു ഹർത്താൽ, ആ ഒരു ബന്ദ് അത്രത്തോളം പൂർണ്ണമായി ഇരുന്നത് എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനം നിശ്ചലമായിരുന്നു. പല സ്ഥലത്തും അക്രമ സംഭവങ്ങളും ഒക്കെയും നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ ഈ പണിമുടക്കൊന്നും ബാധിക്കാത്ത ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ, അത് വർക്കല നടയറയാണ്. അപ്പോൾ ഇന്നലെ നടന്ന ആ പണിമുടക്കും ഈ വർക്കല നടയറയെ ബാധിച്ചിട്ടേ ഇല്ല. വർക്കല നടയറ സജീവമായിരുന്നു ഇന്നലെയും. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു, വാഹനങ്ങൾ സർവീസ് നടത്തി. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് എന്നാണ് അവിടുത്തുകാർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരു ഹർത്താലും നടയറയിൽ ബാധിച്ചിട്ടില്ല. പണിമുടക്കോ ബന്ധോ ഹർത്താലോ എന്തു വന്നാലും നടയറയിലെ നാട്ടുകാർ അറിയാറേയില്ല. ഇക്കുറിയും അങ്ങനെ തന്നെ. ദേശീയ പണിമുടക്ക് ദിനത്തിലും നടയറയിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് നടത്തി. പുറത്തുനിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾ എത്തിയില്ലെന്ന് മാത്രം. നടയറ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ പട്ടിണി കൂടാതെ കഴിയുന്നതിലും ഇവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനും സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഈ നാടിന്റെ ഒരു അഭിമാനമാണ്. അത് എക്കാലവും അങ്ങനെ നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ജനവിഭാഗങ്ങളും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഇതുപോലുള്ള ഹർത്താലുകളെ ഒറ്റക്കെട്ടായിട്ടിരുന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടും. ഏതായാലും നടയറയിൽ പണിമുടക്ക് ബാധിച്ചതേയില്ല. ആരൊക്കെ പണിമുടക്കിയാലും എന്തിന് പണിമുടക്കിയാലും തങ്ങൾ പണി ചെയ്യുമെന്നാണ് നടയറക്കാരുടെ നിലപാട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. മലപ്പുറം വട്ടപ്പാറയിൽ സർവീസ് റോഡ് ബന്ധിപ്പിക്കാതെ ദേശീയപാത അവസാനിപ്പിക്കുന്നതിൽ പ്രതിഷേധം. വികലമായ ഹൈവേ വികസനത്തിനെതിരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജനകീയ പ്രതിഷേധ സായാഹ്നത്തിൽ പങ്കെടുത്തു. ദേശീയപാത ജോലിയുടെ ഭാഗമായി വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് അടയ്ക്കുന്നതിനെതിരെയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തു വന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ജോലിക്കെതിരെയാണ് സർവകക്ഷി നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. വട്ടപ്പാറ വയഡക്ട് പാലത്തിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം പ്രൊഫസർ കെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. KNRC എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ പ്രോജക്ട് ഡിപ്പാർട്ട്മെന്റും നിഷേധാത്മകമായ നയങ്ങളാണ് സ്വീകരിച്ചു വരാറുള്ളത്. റോഡടയ്ക്കുന്നതോടെ നവീകരണ ജോലികൾ പൂർത്തിയായ ദേശീയപാതയും കടന്ന് തിരിച്ച് വളാഞ്ചേരിയിലേക്ക് പ്രവേശിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതോടെ വളാഞ്ചേരി നഗരത്തിലെത്താൻ യാത്രക്കാർ കഷ്ടപ്പെടും. വട്ടപ്പാറയിൽ നിന്നുമുള്ള സർവീസ് റോഡ് അടയ്ക്കുന്നതോടെ കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികളും നഗരത്തിലെ ആശുപത്രികളെ ആശ്രയിക്കുന്നവരും പെടും. ഇത് ഞങ്ങളുടെ ജീവിത നിലനിൽപ്പുമായി ബന്ധപ്പെട്ട സമരമാണ്. വളാഞ്ചേരിയിലേക്കും കാവുമ്പുറത്തേക്കുള്ള റോഡ് പൂർണ്ണമായും അടക്കാനാണ് തീരുമാനമെങ്കിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നമ്മളൊരു സുപ്രഭാതത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഈ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ഇവിടുത്തെ സർവീസ് റോഡ് അവസാനിപ്പിക്കാനുള്ള ഒരു പ്രവണതയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. വളാഞ്ചേരിയിലേക്ക് പോകേണ്ടവർ ദേശീയപാത വഴി ഓണിയൻ പാലത്തിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് വളാഞ്ചേരിയിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശം. കാവുംപുറത്തേക്കും വളാഞ്ചേരിയിലേക്കും എത്താൻ കഞ്ഞിപ്പുര പഴയ റോഡ് വഴിയും ഇനി യാത്ര ചെയ്യേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തിയത്. ന്യൂസ് 18 തിരൂർ. ഉദ്യോഗസ്ഥരെ MLA വിമർശിച്ചതിന് പിന്നാലെ പട്ടാമ്പി നഗരത്തിൽ റോഡ് നിർമ്മാണ ജോലികൾ തുടങ്ങി. കുഴികൾ നിരപ്പാക്കലാണ് ആദ്യത്തെ ജോലി. പാതയോരത്തെ ലൈറ്റുകളും മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഉദ്യോഗസ്ഥരെ MLA മുഹമ്മദ് മുഹസിൻ രൂക്ഷമായി വിമർശിച്ചത്. KSEBയ്ക്കും വാട്ടർ അതോറിറ്റിക്കും വിമർശനം കേൾക്കേണ്ടി വന്നു.
ബാക്കിയുള്ള എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അതിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ടൗൺ നന്നാക്കാൻ കഴിയാതെ പോയത് KSEBയുടെ പോസ്റ്റ് മാറ്റലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റലും രണ്ടും ഡിലേ ആയിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അതിപ്പോഴും കംപ്ലീറ്റ് ചെയ്യാത്തത്? അലക്സ് വരെയുള്ളത് ചെയ്യാലോ, പിന്നെ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താ? ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ കുറെ ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് റോഡ് പഴയതുപോലെ ഇപ്പൊ കുലാവന്തോള് മുതൽ പെരിന്തൽമണ്ണ വരെയുള്ളത് 100 കോടിയുടെ റോഡാണ്. പെരിന്തൽമണ്ണ അപ്പുറത്തേക്ക് പട്ടിക്കാട് വരെയുള്ള റോഡ് അത് ആ നിലവിലുള്ള വീതിയിൽ അങ്ങനെ ചെയ്തു പോയി. അതേപോലെ ഈ റോഡും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. KSEBയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് മാറ്റുന്ന ജോലി ഉടൻ തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. മുഹമ്മദ് മുഹസിൻ MLAയുടെ നിർദ്ദേശപ്രകാരം KRFBയുടെ നേതൃത്വത്തിൽ നിർമ്മാണവും ആരംഭിച്ചു. ദേശീയ പണിമുടക്ക് ദിനത്തിലാണ് റോഡിൽ ജോലികൾ തുടങ്ങിയത്. ചെർപ്പളശ്ശേരി റോഡിലെ ഹൈമാസ് ലൈറ്റുകളും മറ്റു ലൈറ്റുകളും മാറ്റുന്ന പ്രവൃത്തികളും നടന്നുവരുന്നു. കൽപ്പക ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയാണ് റോഡിൽ കുഴിയുള്ള ഭാഗങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ച് നിരത്തി ഗതാഗത യോഗ്യമാക്കുന്നത്. പണിമുടക്കായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവായതും ജോലികൾ നടത്താൻ സൗകര്യമായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ മഴയിൽ നിറയുന്ന ചെളിക്കെട്ടിൽ വലിയ ദുരിതം അനുഭവിച്ചാണ് ജനങ്ങൾ സഞ്ചരിക്കുന്നത്. നിരവധി അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. കുഴികൾ നിരത്തി നിരപ്പാക്കുന്നതോടെ ഗതാഗതം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. കെറ്റാമെലോൺ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാട്. ഈ ലഹരി വഴിയെക്കുറിച്ച് കേരളം വളരെ ഞെട്ടലോടെയാണ് കേട്ടതല്ലേ? ഓരോ ദിവസവും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുതിയ പുതിയ വിശദാംശങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ വളരെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാം കേൾക്കുന്നത്. അപ്പോൾ ഈ ലഹരി ഇടപാടിൻ്റെ അന്വേഷണം NCB വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഇപ്പോൾ ED കൂടി ഈ അന്വേഷണത്തിലേക്ക് പങ്കുചേരുകയാണ്. കേസിന്റെ വിശദാംശങ്ങൾ NCBയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടി. ലഹരി ഇടപാടുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചതായാണ് സംശയം. ലഹരി ഇടപാടുകളിലൂടെ നേടിയ പണം എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. കോടികളുടെ ലഹരി വിൽപ്പനയാണ് സംഘം കഴിഞ്ഞ കുറച്ചു നാളുകൾക്കുള്ളിൽ നടത്തിയത്. ക്രിപ്റ്റോ കറൻസി വഴി ഇടപാടുകൾ നടന്നതിനാൽ തുക എത്രയെന്നതു സംബന്ധിച്ച വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇത് ആരുടെ പക്കലാണെന്നും എവിടെ നിക്ഷേപിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. രാജ്യത്തിന് വെല്ലുവിളിയാകുന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയവും EDക്കുണ്ട്. കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരശേഖരണമാണ് നിലവിൽ ED നടത്തിയിരിക്കുന്നത്. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം NCB നടത്തിയിരുന്നു. 2019 മുതൽ ഡിയോൾ രാജ്യാന്തര തലത്തിൽ ലഹരി ഇടപാടുകൾ തുടങ്ങി. 2019 മുൻപ് തന്നെ ഡിയോളും ഭാര്യ അഞ്ജുവും പാഞ്ചാലിമേടിലെത്തുകയും 2021 ഇവരുടെ റിസോർട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. എഡിസണെയും അരുൺ തോമസിനെയും പോലുള്ള സഹപാഠികൾക്ക് പുറമെ റിസോർട്ടിലെത്തിയിരുന്നത് ഡിയോളിൻ്റെ പറവൂരിൽ നിന്നുള്ള സുഹൃത്ത് സംഘമായിരുന്നു. അറസ്റ്റിലായ സമയത്ത് നടത്തിയ റെയ്ഡിൽ കെറ്റാമിൻ സൂക്ഷിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും ഡിയോളിൻ്റെ പറവൂരിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഡിയോളിൻ്റെ റിസോർട്ട് ലഹരി പാർട്ടികളുടെ കേന്ദ്രമായിരുന്നുവെന്നാണ് NCBയുടെ കണ്ടെത്തൽ. പ്രതികളുടെ ലഹരി ഇടപാടിന് സഹായിച്ചു എന്ന കുറ്റത്തിനാണ് ഡിയോളിൻ്റെ ഭാര്യ അഞ്ജുവിനെ NCB അറസ്റ്റ് ചെയ്തത്. ലഹരി ഉപയോഗത്തിന് പുറമെ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി വിൽപ്പനയും റിസോർട്ടിൽ നടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എഡിസൺ മുംബൈയിലും പൂനെയിലും ജോലി ചെയ്തപ്പോൾ ഓസ്ട്രേലിയ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് മാരക ലഹരി മരുന്നായ കെറ്റാമിൻ എത്തിച്ചതായും തെളിവ് ലഭിച്ചു. അതേസമയം ലഹരി ഇടപാടിലെ സാമ്പത്തിക തർക്കങ്ങളാണ് എഡിസണെ കൊടുക്കിയതെന്നും സൂചനയുണ്ട്. അതിനിടെ ലഹരിക്കായി ഡാർക്ക് വെബ് സന്ദർശിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കെറ്റാമെലോൺ എന്നാൽ എഡിസൺ ആണെന്ന് NCB വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. 2023 സമ്പാട കാർട്ടലിനെ പൂട്ടിയ റെയ്ഡിൻ്റെ സമയത്ത് തന്നെയാണ് ഡിയോളിന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ വന്ന ഒരു പാഴ്സൽ NCB പിടിച്ചെടുക്കുന്നത്. ഇപ്പോഴത്തെ അറസ്റ്റിലേക്കടക്കമുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് വിളയൂർ ഉദയപുരത്ത് പരിമിതികൾക്കുള്ളിൽ പ്രവർത്തിച്ച ആയുർവേദ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പരിമിതികൾക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന വിളയൂർ പ്രാഥമിക ആയുർവേദ ഡിസ്പെൻസറിക്കാണ് മികച്ച സൗകര്യത്തോടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കുകയായിരുന്നു. വിളയൂർ കൂരാച്ചിപ്പടി ഉദയപുരത്ത് നിർമ്മിച്ച കെട്ടിടത്തിന് 30 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. കെട്ടിടം നിർമ്മിച്ചത് പ്രദേശവാസിയായ പടത്തിൽ ലക്ഷ്മിക്കുട്ടി ടീച്ചർ സൗജന്യമായി വിട്ടു നൽകിയ 25 സെന്റ് സ്ഥലത്താണ്. നിലവിൽ ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന്
ആരോഗ്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ അലോപ്പതി, ആയുർവേദം, അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ എല്ലാ ആശുപത്രികളും ഒന്നിനൊന്ന് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്നിപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്തമായ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 30 ലക്ഷം രൂപയുടെ കെട്ടിടം അവിടെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒറ്റനില കെട്ടിടത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് റൂം, പരിശോധനാമുറി, അടുക്കള, വെയിറ്റിംഗ് ഹാൾ, ശുചിമുറികൾ തുടങ്ങിയവ കെട്ടിടത്തിലുണ്ട്. പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദ മാതൃകയിലാണ് കെട്ടിടം ഒരുക്കിയത്. കെട്ടിടം യാഥാർത്ഥ്യമായതോടെ കൂടുതൽ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 വിളയൂർ. കൈവരിയുടെ പൊക്കം കുറച്ച കായംകുളം മുട്ടം ബസാർ പാലത്തിലൂടെയുള്ള കാൽനട യാത്ര അപകട ഭീഷണി ഉയർത്തുന്നു. ഏവൂർ മുട്ടം റോഡിൽ കരിപ്പുഴ തോടിന് കുറുകെയുള്ള പ്രധാന പാലത്തിന്റെ കൈവരിയുടെ പൊക്കമാണ് നവീകരണ പ്രവൃത്തികളിലൂടെ കുറച്ചത്. പാലത്തിന്റെ വശങ്ങളിലെ നടപ്പാതയിലെ സ്ലാബുകൾ തകർന്നതോടെയാണ് നവീകരണം നടപ്പാക്കിയത്. നടപ്പാത ഉയർത്തിയതിന് ആനുപാതികമായി കൈവരിയുടെ പൊക്കം കൂട്ടിയിട്ടില്ല. കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന തിരക്കേറിയ പാലത്തിലെ അശാസ്ത്രീയത പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. കാൽ വഴുതിയാൽ കരിപ്പുഴ തോട്ടിലേക്ക് വീഴാവുന്ന അപകട സാഹചര്യമാണ് ഇപ്പോൾ. നടപ്പാതയിൽ നിരത്തിയിരിക്കുന്ന സ്ലാബുകൾ നിരപ്പല്ലാത്തത് യാത്രക്കാർ തട്ടി വീഴാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉയരത്തിലുള്ള നടപ്പാതയിൽ നിന്ന് താഴേക്കിറങ്ങാൻ സംവിധാനമില്ലാത്തതും പ്രശ്നമാണ്. പ്രായമേറിയവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതുവഴിയുള്ള രാത്രിയാത്രയും അപകടകരമാണ്. ഇത് കായംകുളം ടൗണിൽ വരുന്നതിന് ബന്ധപ്പെടുന്നതിന് ഏറ്റവും മെയിൻ റോഡാണിത്. കരിപ്പുഴ തോട് ഉൾപ്പെടുന്ന കായംകുളമായിട്ടുള്ള തോടാണിത്. അപ്പോൾ ഫുട്പാത്ത് പൊക്കി കെട്ടിയതുകൊണ്ട് കൈവരിക്ക് ഹൈറ്റ് കുറവാണ്, കൈവരിയുടെ ഹൈറ്റ് കൂടിയിട്ടില്ല. അതുകൊണ്ട് സ്കൂളിൽ പോകാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് നടന്നു കയറുന്നതിന് ആരെങ്കിലും കൈ പിടിച്ച് കയറ്റണം. പിന്നെ അങ്ങ് വരെ അവരുടെ കൂടെ നടന്നിട്ട് വേണം ഇറക്കാൻ രക്ഷകർത്താക്കൾ. അത് രക്ഷകർത്താക്കൾ കൂടെ വരാത്ത വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ ഇതുവഴി വരുന്നുണ്ട്. അവർക്കെല്ലാം ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. നമ്മൾ സ്ഥിരം ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നതാണ്. ഈ പാലത്തിൻ്റെ ഫുട്പാത്ത് കുറച്ച് നാൾ മുമ്പ് തകരാറിലായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇവർ അത് വീണ്ടും പുനർനിർമ്മിച്ചു. പക്ഷേ ഈ പുനർനിർമ്മിച്ചത് വെളുക്കാൻ തേച്ചത് പാണ്ടായുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. കാരണം ഇപ്പോൾ ഇതിലേക്കൂടെ വളരെ ഉയരം കൂട്ടിയാണ് ഇതിൻ്റെ ഫുട്പാത്ത് നിർമ്മിച്ചേക്കുന്നത്. ഈ ഫുട്പാത്ത് നിർമ്മിച്ചേക്കുന്ന ഉയരം കൂട്ടിയത് മാത്രമല്ല, ഇതിൻ്റെ കൈവരി വളരെ പൊക്കക്കുറവായി മാറിയിരിക്കുകയാണ്. ഇതിലേക്കൂടെ വരുന്ന ഒരാൾ, നടക്കുന്ന ഒരാൾ എപ്പോഴും ഈ തോട്ടിലേക്ക് മറിഞ്ഞു വീഴാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. മാത്രമല്ല ഇതിന് സ്ലാബുകൾ ഒട്ടും ഒരു ഷേപ്പില്ലാത്ത, ഓർഡറില്ലാത്ത, ഡിസോർഡറായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തട്ടി വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റോഡിൽ ചരക്ക് വാഹനങ്ങളുടെ തിരക്കുള്ളതിനാൽ കാൽനട യാത്രക്കാർക്ക് നടപ്പാത ഏറെ സൗകര്യമായിരുന്നു. സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, മത്സ്യമാംസ മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്കായി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. അതിനാൽ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കായംകുളം. എത്രത്തോളം അശാസ്ത്രീയമായിട്ടാണ് ആ ഒരു ഫുട്പാത്തും ആ പാലത്തിന് കൈവരിയും ഒക്കെ നവീകരിച്ചിപ്പോൾ വെച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, അല്ലേ? ആ പൊതുപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു പ്രവൃത്തിക്ക് ഉചിതമായ ഒരു പഴഞ്ചൊല്ല്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. തിരുവനന്തപുരം ലുലു മാളിന് സമീപം പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ഹോട്ടൽ ഉടമയ്ക്കെതിരെ ആറ്റിങ്ങൽ കരവാരം സ്വദേശികളായ വസ്തു ഉടമയും കുടുംബവും പരാതിയുമായി രംഗത്ത്. 4 വർഷം മുമ്പ് കരാർ അടിസ്ഥാനത്തിൽ നൽകിയ ഭൂമിക്ക് വാടക നൽകുന്നില്ല എന്നും വാടക ചോദിക്കാനെത്തിയ ഉടമയെ മർദ്ദിച്ചുവെന്നുമാണ് പരാതി. കരവാരം സ്വദേശി സുജാത തങ്കപ്പനാണ് പേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സുജാത തങ്കപ്പന്റെയും ഭർത്താവ് പരേതനായ പി രാജപ്പന്റെയും ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമി 2021-22 കാലത്താണ് ഹോട്ടൽ നടത്തുന്നതിനായി ഇപ്പോഴത്തെ നടത്തിപ്പുകാരനും ഭാര്യയ്ക്കുമായി ലീസിന് നൽകിയത്. പ്രതിമാസം 1 ലക്ഷം രൂപയായിരുന്നു 36 സെന്റ് ഭൂമിക്ക് വാടക നിശ്ചയിച്ചിരുന്നത്. തുടക്കത്തിൽ കൃത്യമായി വാടക നൽകുകയും ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. 2 വർഷം മുമ്പ് സുജാത തങ്കപ്പൻ മക്കളായ അനുരാജ്, ജെയിൻ എന്നിവരുടെ പേരിൽ ഭൂമി ഭാഗം വെച്ച് നൽകി. ഇതിനുശേഷമാണ് ഹോട്ടൽ ഉടമ വാടക നൽകാതായത്. മാത്രമല്ല, വാടക ചോദിക്കാൻ എത്തിയ അനുരാജിനെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചതായും പരാതിയുണ്ട്. ലീസിന് 5 വർഷത്തേക്ക് ഞാൻ എഴുതി കൊടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് എഴുതി കൊടുത്ത്, അത് എൻ്റെ ദേഷ്യം കൊണ്ട് റെൻറ്റ് തരുന്നില്ല. ഇവനെ അടിച്ചതറിഞ്ഞ് അവിടെ പോയിട്ട് കടയിൽ കയറി ചെന്നപ്പോൾ പറഞ്ഞ റെൻ്റൊന്നും തരില്ല, അത് കോടതി വഴി തരാം. പിന്നെ അവിടുത്തെ ജോലിക്കാർ ഒരുപാട് ചീത്ത പറഞ്ഞു. പിന്നെ എൻ്റെ കൈ കയറി തട്ടി മുട്ട ട്രേ അങ്ങ് താഴെ വീണുപോയി. താഴെ വീണപ്പോഴത്തേക്ക് ഒരു ജോലിക്കാരി പിടിച്ചു കള്ളി. ഞാൻ സിമൻ്റ് മേശയുടെ അടിയിലോട്ട് വീണ്.
വീണ് അവിടെ കിടന്ന്. എനിക്ക് തന്നെ എണീക്കത്തില്ലായിരുന്നു. അവിടെ കിടന്നപ്പോഴത്തേക്ക് ഒരുപാട് ചീത്ത പറയും, കാല് പിടിച്ച് പൊക്കുകയും എല്ലാം ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്ത് എൻ്റെ മോതിരവും മാലയും വേണമെന്ന് വരുത്തമെന്ന് പറഞ്ഞു. വാടക നൽകാത്തതിനെ സംബന്ധിച്ച് സംസാരിക്കാനെത്തിയ സുജാത തങ്കപ്പനെ ഇവർ മർദ്ദിക്കുകയും വിവസ്ത്രയാക്കുകയും അത് മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു. ഇത് തടയാൻ ശ്രമിച്ച മരുമകൾ ശ്രീദേവിയെ ഉൾപ്പെടെ മർദ്ദിച്ചെന്നും കുടുംബം ആരോപിക്കുന്നു. അയാൾ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് അയാൾ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്നാണ്. ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂ ഉള്ളതാണ് അനുരാജിന്. ഈ അടിച്ചതിന് ശേഷം നമ്മൾ പേട്ട സ്റ്റേഷനിൽ അപ്പോൾ പ്രേംകുമാർ ആയിരുന്നു CI. അയാളുടെ അടുത്ത് പോയപ്പോൾ അയാൾ 10-ാം തീയതി അടിക്കുന്നു, ഒക്ടോബർ 10-ന് അടിക്കുന്നു. 10-ന് അടിച്ചതിന് ശേഷം അയാൾ ഒരു വിധത്തിൽ കേസ് എടുക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ കമ്മീഷണറെല്ലാം കണ്ട് 14-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്യുന്നു. നിലവിൽ കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു. പേട്ട പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കുടുംബം. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്ത് പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ICDSന്റെ സഹകരണത്തോടെയാണ് 5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ഭിന്നശേഷിക്കാർക്ക് അവരുടെ കാര്യങ്ങൾ ഒരു പരിധിവരെ സ്വയം ചെയ്യാനും മികച്ച ചികിത്സ ലഭിക്കുന്നതിനും സഹായകമായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതിയിൽ പരിശോധന വഴിയാണ് ഗുണഭോക്താക്കൾക്ക് വേണ്ട ഉപകരണങ്ങൾ നിർണയിച്ചത്. മുഹമ്മദ് മൊഹ്സിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ക്യാമ്പ് നടത്തി കണ്ടെത്തിയ 18 പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ക്യാമ്പിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ച ഉപകരണങ്ങൾ മുഴുവൻ പേർക്കും വിതരണം ചെയ്തു. മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള വിവിധ തരം വീൽ ചെയർ, തെറാപ്പി മാറ്റ്, കമ്മോഡ് ചെയർ, സ്റ്റാറ്റിക് സൈക്കിൾ, എയർ ബെഡ് എന്നിവ വിതരണം ചെയ്തു. വികലാംഗക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് ഉപകരണങ്ങൾ ലഭ്യമാക്കിയത്. ന്യൂസ് 18 ഓങ്ങല്ലൂർ. നിരോധനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമ്പോഴും ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സവാരി അനുവദിക്കാനാവില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജില്ലാ ഭരണകൂടം. ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ 8 മാസം മുൻപും നൽകിയിരുന്നുവെങ്കിലും അതൊന്നും നടപ്പായില്ലെന്ന വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. അതേസമയം നിരവധി കുടുംബങ്ങൾ പട്ടിണിയാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ജീപ്പ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. മൂന്നാറിന്റെ ഉൾപ്പെടെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സാമ്പത്തിക നിലയെ കാര്യമായി ബാധിക്കുന്നതാണ് ജീപ്പ് സവാരി നിരോധനം. ജീപ്പ് ഉടമകളെയും ജീവനക്കാരെയും മാത്രമല്ല, വഴിയോര കച്ചവടക്കാരെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരെയും ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്നതാണ് നടപടി. എന്നാൽ സുരക്ഷ മുൻനിർത്തി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. മുൻപ് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ നിരോധനവുമായി മുന്നോട്ട് പോകുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ ടൂറിസം രംഗത്തിലുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ചിലർ അൺഓർഗനൈസ്ഡ് സെക്ടറിലുണ്ട്, നമുക്കത് ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് കൊണ്ടുവരണം. പിന്നെ ടൂറിസ്റ്റിലേക്ക് ഉള്ള ബേസിക് കമ്മ്യൂണിറ്റീസ് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ഇതിനുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടി നമ്മൾ ഓൺലൈൻ ബുക്കിംഗ്, ഓൺലൈൻ പേയ്മെന്റ്, ഓൺലൈൻ വെബ്സൈറ്റ്സ് കാര്യങ്ങൾ കൂടി കൂടുതലായിട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിലാണ് നമ്മളെ ഇന്ന് കൂടുതൽ മെയിനായിട്ട് ഉന്നയിച്ച കാര്യങ്ങൾ. നിലവിലെ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസിലേക്ക് ഉള്ള വഴി എത്രമാത്രം സേഫാണ്, എത്രമാത്രം നമുക്കത് അനുവദീയമാണ് എന്നുള്ളത് കണ്ടെത്താനാണ് നിലവിലുള്ളത്. പുതിയതല്ല, പുതിയതിലേക്കുള്ള സമയമുണ്ട്. ഒരാളുടെ മരണത്തിനിടയായ സാഹചര്യത്തിലാണ് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 2019-ലും 20-ലും 22-ലും ഇതേ തരത്തിൽ ദുരന്ത നിവാരണ സമിതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 8 മാസം മുൻപും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെങ്കിലും അതും പാലിക്കപ്പെട്ടില്ലെന്ന് കളക്ടർ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി തൊടുപുഴയിൽ നാടിനെ വിറപ്പിച്ച് കാട്ടുകൊമ്പൻ. വനമേഖലയിൽ നിന്ന് അകലെയുള്ള കലൂരിലാണ് കാട്ടാനകൾ എത്തിയത്. കാട്ടാനകൾ എത്തിയതിന്റെ അമ്പരപ്പിലും ആശങ്കയിലുമാണ് പ്രദേശവാസികൾ. ദീർഘനേരത്തെ ശ്രമത്തിന് ശേഷം വനംവകുപ്പ് ആനകളെ സമീപത്തെ വനമേഖലയിലേക്ക് തുരത്തി. പുലർച്ചെയാണ് കല്ലൂരിലെ കൃഷിയിടത്തിലേക്ക് കാട്ടാനകൾ എത്തിയത്. ആദ്യമായാണ് ഇവിടെ കാട്ടാനകൾ എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ആനകൾ മുള്ളരിങ്ങാട് വനമേഖലയിൽ നിന്ന് എത്തിയതാകാമെന്നാണ് നിഗമനം. അങ്ങനെയെങ്കിൽ നിരവധി ജനവാസ മേഖലകൾ പിന്നിട്ടാണ് കൊമ്പന്മാർ കല്ലൂരിലെത്തിയത്. വനമേഖലയിൽ നിന്ന് അകലെയുള്ള പ്രദേശത്ത് കാട്ടാനകൾ എത്തിപ്പെട്ടതിൽ വനം വകുപ്പിനും ആശങ്കയുണ്ട്. സമീപത്തെങ്ങും വനമേഖല ഇല്ലാത്തത് ആനകളെ തുരത്തുന്നത് ദുഷ്കരമാക്കി. കല്ലൂർ പുഴ കടന്ന് പയ്യാവ് സഞ്ചരിച്ച് പിന്നീട് കിടങ്ങൂരിലെത്തിയ ആനകളെ പടക്കം പൊട്ടിച്ചും മറ്റും തുരത്താൻ വനം വകുപ്പ് ശ്രമിച്ചു. പ്രധാന റോഡുകളിലൂടെ ആനകൾ തലങ്ങും വിലങ്ങും ഓടി. ഇതോടെ നാട്ടുകാരും പരിഭ്രാന്തിയിലായി.
ഒടുവിൽ മണിക്കൂറുകൾ ശ്രമിച്ച ശേഷമാണ് ആനകളെ പടക്കം പൊട്ടിച്ച് മുള്ളരിങ്ങാട് വനമേഖലയിലേക്ക് കയറ്റിവിട്ടത്. കാട്ടാനകൾ വീണ്ടും എത്തുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഇടുക്കി. അങ്ങനെ ഈ വർഷത്തെ വള്ളംകളി സീസണ് ഔദ്യോഗികമായ തുടക്കമായിരിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്നലെയാണ് നടന്നത്. വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി NCBC ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതല പുത്തൻചുണ്ടൻ കരസ്ഥമാക്കി. പമ്പയാറ്റിൽ നടന്ന വള്ളംകളി കാണാൻ പണിമുടക്ക് ദിവസമായിട്ടും നൂറുകണക്കിന് ജലോത്സവ പ്രേമികളാണ് ചമ്പക്കുളത്ത് എത്തിയത്. വാശിയേറിയ മൂലം ജലോത്സവത്തോടെ ഈ വർഷത്തെ വള്ളംകളി സീസണ് തുടക്കമായിരിക്കുകയാണ്. പമ്പയാറിന്റെ തീരം ഉച്ചയോടെ തന്നെ ജനനിബിഡമായിരുന്നു. പണിമുടക്കോ ഗതാഗത തടസ്സമോ ഒന്നും വള്ളംകളിയുടെ ആവേശത്തെ പിന്നോട്ടടിച്ചില്ല. തുഴഞ്ഞും നടന്നും ഇരുചക്ര വാഹനങ്ങളിലുമൊക്കെയായി ചമ്പക്കുളം നെടുമുടി കരകൾ നിറഞ്ഞു. വർണ്ണാഭമായ മാസ്പിലോടെ 5 ചുണ്ടന്മാർ സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക്. പിന്നീട് ഓളങ്ങൾക്ക് തീപിടിച്ച പോരാട്ടം. രണ്ടാം ഹിറ്റ്സിൽ UBC കൈനഗിരി തുഴഞ്ഞ ആയാപറമ്പ് പാണ്ടിയും ചമ്പക്കുളം ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടനും. മത്സരം തുടങ്ങി അല്പസമയത്തിനകം തന്നെ ഇരുവള്ളങ്ങളും കൂട്ടിമുട്ടി. മത്സരം തർക്കത്തിലേക്ക്. രണ്ടാമത് തുഴയണമെന്ന ആവശ്യം ആയാപറമ്പ് പാണ്ടി തള്ളിയതോടെ ചമ്പക്കുളത്തെ വിജയികളായി പ്രഖ്യാപിച്ചു. ആവേശകരമായിരുന്നു ഫൈനൽ. ചെറുതന പുത്തൻചുണ്ടനും ചമ്പക്കുളവും ആയാപറമ്പ് വലിയ ദിവാൻജിയും വാശിയോടെ തുഴയെറിഞ്ഞു. ഒടുവിൽ ഒന്നാമതായി ചെറുതന പുത്തൻചുണ്ടൻ ഫിനിഷിംഗ് ലൈനിൽ മുത്തമിട്ടു. ശേഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ഇവിടെ കപ്പ് ഉയർത്താൻ പറ്റിയില്ല. അത് ഈ പ്രാവശ്യം ഉയർത്താൻ ചാന്നതിൽ വളരെ സന്തോഷമുണ്ട്. വെപ്പ് A ഗ്രേഡ് വിഭാഗത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഫാൻസ് ക്ലബിന്റെ അമ്പലക്കടവരും, വെപ്പ് B ഗ്രേഡ് വിഭാഗത്തിൽ കൊണ്ടോക്കൽ ബോട്ട് ക്ലബിന്റെ PG കരിപ്പുഴയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഇല്ലാതെ ചെറുതല ചുണ്ടൻ രാജപ്രമുഖ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നു. ആവേശകരമായ ഒരു വള്ളംകളി സീസണാണ് തുടക്കമാകുന്നത്. ചമ്പക്കുളത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അപ്പോൾ നമ്മൾ നാട്ടിലെ വിശേഷങ്ങൾ കണ്ടു, വാർത്തകൾ കണ്ടു. ഇനി നല്ല വാക്കിന്റെ സമയമാണ്. നമുക്ക് ഈ ദിവസം വളരെ പോസിറ്റീവോടുകൂടി തുടങ്ങാം. അപ്പോൾ നല്ല വാക്ക് കണ്ടതിന് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം.